ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ പൈസ ചിലവാക്കുന്ന കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിലെ ഗ്യാസ്. ഈ ഒരു ഗ്യാസ് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ഒത്തിരി പൈസ ചിലവാകുമല്ലോ. അപ്പോൾ ഇത് രാവിലത്തെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ ശേഷമുള്ള ഗ്യാസിൻ്റെ കോലാണ് കേട്ടോ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ടില്ല, ഞാൻ ക്ലീൻ ചെയ്തതിന് മുമ്പാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്യാസിൻ്റെ ബർണർ ഓരോന്ന് നമ്മൾ ചോറ് വയ്ക്കുമ്പോഴും പാൽ ഒക്കെ വയ്ക്കുമ്പോഴൊക്കെ പതച്ചൊക്കെ മറിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഒരു ഹോളൊക്കെ ചിലപ്പോൾ അടഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ അടഞ്ഞു പോയാൽ അതിലൂടെ ഗ്യാസ് വരാതെ ഒത്തിരി ഗ്യാസ് നമുക്ക് അവിടെ ചിലവായി പോകുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ഇത് ഞാൻ ഈ ഒരു ബർണർ ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ വെച്ച് ക്ലീൻ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2 മാസമൊക്കെ ആയിട്ടുണ്ട് ഇത് ക്ലീൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇവിടെയൊക്കെ കണ്ടില്ലേ ഒത്തിരി പതച്ചൊക്കെ മറിഞ്ഞിട്ട് അതൊക്കെ എല്ലാം കൂടെ ഉണങ്ങി പൊടിയായി കരിയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബർണർ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ബർണർ നമ്മൾ എന്തായാലും ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ശുഷിരങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയും ചെയ്യും, അതിലൂടെ ഗ്യാസ് ഒത്തിരി ചിലവായി പോവുകയും ചെയ്യുമല്ലോ. ഇതിന് നമ്മൾ ഈ ഒരു ക്ലീൻ ചെയ്യുന്നതിന് നമുക്ക് നമ്മൾ പിഴിഞ്ഞിട്ട് ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പുളീൻ്റെ അത് മാത്രം മതി കേട്ടോ. അല്ലാണ്ട് ബേക്കിംഗ് സോഡയോ വിനാഗിരിയോ അങ്ങനത്തെ ഒരു സംഭവം വേണ്ട. ഈ ഒരു പുളിയും കുറച്ച് ഉപ്പും കൂടെ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പുളി ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒന്ന് കലക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ പിഴിഞ്ഞതിനെ കൊണ്ട് തന്നെ അത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും, പിഴിഞ്ഞിട്ട് ബാക്കി വന്നിട്ടുള്ള അതായതിനെ കൊണ്ട് തന്നെ. അപ്പോൾ അത് ഞാൻ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് ഞാൻ നമ്മുടെ ബർണറാണ് ഇട്ട് കൊടുക്കുന്നത്. ബർണർ എന്തായാലും ഓരോന്നും ചോറ് വയ്ക്കുമ്പോഴായാലും പാലും കറിയൊക്കെ വയ്ക്കുമ്പോഴായാലും പതച്ചൊക്കെ മറിഞ്ഞിട്ട് സുഷിരങ്ങളൊക്കെ അടഞ്ഞു പോയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും പിന്നെ ഈ ഒരു ബർണർ നമ്മൾ ഈ ഒരു പുളിവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലുള്ള കരിയൊക്കെ അങ്ങ് പോകും കേട്ടോ. പക്ഷേ എങ്കിൽ കരി പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഈ ഒരു കരി പോയി നമ്മൾ നല്ലോണം അത് വെളുപ്പിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാലും അത് 2 ദിവസം ആകുമ്പോഴേക്ക് പിന്നെ ഈ ഒരു കളറിൽ തന്നെ ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 1 മണിക്കൂർ നേരം ഈ ഒരു വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ഞാനിത് 1 മണിക്കൂറൊന്നും വെച്ചിട്ടില്ല. ഞാൻ ഏകദേശം ഒരു കാമണിക്കൂർ കംപ്ലീറ്റ് ആയിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. 1 മണിക്കൂറൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ പിടിച്ചിരിക്കുന്ന കരിയൊക്കെ പൂർണ്ണമായിട്ടും പോകും കേട്ടോ. വേറെ ഒന്നും ചേർക്കേണ്ട, ഈ ഒരു പുളിവെള്ളം ഉപ്പും മാത്രം മതി. ആ ഒരു കരിയൊക്കെ പോയിട്ട് നല്ലോണം കളർ വെച്ച് വരും. ഞാനത് 1 മണിക്കൂറൊന്നും വെക്കാൻ നിന്നിട്ടില്ല. ഞാൻ വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അത് എടുത്തിട്ടുണ്ട് കേട്ടോ. കാമണിക്കൂർ തികച്ച് ഞാൻ ഈ ഒരു വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടില്ലേ. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ ഇട്ട് വെച്ചപ്പോൾ തന്നെ നമ്മൾ ഇത് വെളുത്ത് വരികയും ചെയ്യും. അതേപോലെ തന്നെ ഇതിൻ്റെ ഹോളൊക്കെ അടഞ്ഞു പോയതൊക്കെ തുറന്നൊക്കെ വന്നിട്ടും ഉണ്ടാവും കേട്ടോ. ഇനിത് സാധാരണ നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്ന പോലെ ഒന്ന് കഴുകിയാൽ മതി. കഴുകിയ ശേഷം നന്നായിട്ട് തുടയ്ക്കുക, അല്ലെങ്കിൽ ഒന്ന് ഫാനിൻ്റെയോ അല്ലെങ്കിൽ വെയിലത്തോ ഒന്ന് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ അങ്ങ് പോയിട്ടുണ്ടാവും. എന്നിട്ട് ഇത് നേരെ നമ്മുടെ ഇതിലേക്ക് ഇട്ടാൽ മതി, ഗ്യാസിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അത് 1 മണിക്കൂർ നേരം നിങ്ങൾ വെക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് അതിൻ്റെ മുകളിലുള്ള കരിയൊക്കെ പോകും. ഞാൻ 1 മണിക്കൂറൊന്നും വെച്ചിട്ടില്ല. നമ്മൾ 1 മണിക്കൂർ നേരം വെച്ച് അതിൻ്റെ കരി പോയിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല. 2 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ അതുപോലെ ഗ്യാസുമ്മലൊക്കെ കുക്ക് ചെയ്തൊക്കെ കഴിയുമ്പോഴേക്കും അതേപോലെ തന്നെ കരി പിടിച്ച് കിടക്കും കേട്ടോ. പിന്നെ അത് ക്ലീൻ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ ബാക്കി വന്നിട്ട് ഈ ഒരു പുളിവെള്ളം നമ്മൾ കളയേണ്ട ആവശ്യമില്ല. അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഗ്യാസ് സ്റ്റൗ ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ. കുറച്ച് സോപ്പും പാത്രം കഴുകുന്ന സോപ്പില്ലേ, എക്സോൻ്റെ ഇത് സോപ്പും കൂടെ വെച്ചിട്ടാണ് ഞാനിത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പുളിവെള്ളം വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിലേ ഇതിൻ്റെ മുകളിൽ ഭയങ്കര ഒരു തിളക്കായിട്ട് കേട്ടോ. ചില ഗ്യാസ് അടുപ്പൊക്കെ ഒത്തിരി പഴക്കമുള്ള ഗ്യാസ് അടുപ്പൊക്കെ ഉള്ളവരുണ്ടാവില്ലേ, ഗ്യാസ് അടുപ്പ് ചിലപ്പോൾ കറുത്തൊക്കെ പോകാനും എന്തെങ്കിലും കളറും ഇതൊക്കെ സ്റ്റീലല്ലേ സാധനം, എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടെങ്കിൽ പുളിവെള്ളം വെച്ച് കഴുകുകയാണെങ്കിൽ നന്നായിട്ട് വെളുത്ത് വരും കേട്ടോ. വെളുത്ത് മീൻസ് നല്ല കളർ വെച്ച് വരും കേട്ടോ. അതേപോലെ തന്നെയാണ് ഈ ഒരു പുളിവെള്ളം വെച്ചിട്ട് നമ്മൾ വെള്ളീൻ്റെ പാദസരമില്ലേ, ഈ ഒരു പാദസരം കഴുകുകയാണെങ്കിലും പാദസരത്തിന് കറുപ്പ് കളറൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും കേട്ടോ. ഉപ്പ് കറിയൊക്കെ പിടിച്ചിട്ടുള്ള പാദസരമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അതാ ഞാൻ ഈ വെള്ളം വെച്ചിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു ഞാൻ ഒത്തിരി കഴുകാത്തതിനെ കൊണ്ട് തന്നെ ബർണർ ഞാൻ ക്ലീൻ ചെയ്യാത്ത 2 മാസമായി. അതുകൊണ്ട് തന്നെ എൻ്റെ ബർണറിന് ചില ഹോൾസൊക്കെ അടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം അത് നല്ലോണം കത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ അതിൻ്റെ ശുഷിരങ്ങളൊക്കെ അടഞ്ഞു പോയതൊക്കെ ശരിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാസത്തിൽ 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ 1 പ്രാവശ്യം ഈ ഒരു ബർണർ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിലൂടെ ഒത്തിരി ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ വീട്ടിൽ നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന സാധനം വെച്ചിട്ട് മാത്രമാണ് കേട്ടോ ഞാനത് ക്ലീൻ ചെയ്തെടുത്തത്. താങ്ക് യു.